നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടമോനെ, എടാ, ശിവാനി ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു അറിഞ്ഞത്. നിധിയും ഗൗതമും കൂടി രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. എന്താ അവർ ഉദ്ദേശം? ശിവാനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണോ അവർ തീരുമാനം? അമ്മ അതിന് സമ്മതം മൂളി കാണുമല്ലേ? നീ എന്തോന്നാടാ ഈ പറയുന്നേ? ശിവാനി ഈ വീട്ടിലേക്ക് തിരികെ കയറ്റാൻ ഞാൻ കൊതിച്ചു നിൽക്കാൻ തോന്നുമല്ലോ നീ പറയുന്നത് കേട്ടാ. ആവുന്ന കണക്കൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലല്ല ശിവാനി ഇവിടെ കൊണ്ടുവരുന്നതെന്നല്ലേ അവള് പറയുന്നത്. പിന്നല്ലാതെ എന്ത് ബന്ധമാണ് ശിവാനിക്ക് ഈ വീടുമായിട്ടുള്ളത്? ശിവാനി നിധിയുടെ അമ്മാന്റെ മോളല്ലേ. അവളെ ഇപ്പൊ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനുള്ള സൗകര്യമില്ലെന്ന്. ശിവാനിയുടെ അസുഖം മാറുന്നതുവരെ അവളെ ഇവിടെ നിർത്തി ചികിത്സിപ്പിക്കണമെന്നാ അവര് പറയുന്നത്. തന്ത്രമാണ്, ഒന്നാം തരം തന്ത്രം. നിധിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവളുടെ അമ്മാവനെ സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി ശിവാനിയുടെ ഭാവി സേഫ് ആക്കണം. അതിനു പറ്റിയ ഏറ്റവും നല്ല ഇടം ഈശ്വരമംഗലം വീടാണല്ലോ. കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇവനുമായിട്ടൊന്ന് ഇടപഴകിച്ചൊക്കെ കഴിഞ്ഞ പതുക്കെ പതുക്കെ ഇവൻ അവളെ അങ്ങ് സ്വീകരിച്ചോളൂ എന്ന് കണക്കുകൂട്ടലാണ് നിധിക്ക്. അതിന് ശിവാനിയെ തിരിച്ചിങ്ങോട്ട് കേറ്റിയിട്ട് വേണ്ടേ? നടക്കില്ല. ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ശിവാനി ഇതിനകത്തോട്ട് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ പ്ലാൻ ചെയ്തതുപോലെ വീണ്ടും നീ ഈശ്വരമംഗലത്തെത്തി. ഇനി ഒരടി നീ മുന്നോട്ട് വന്നാ നിന്റെ ഉള്ള കാലോടെ ഞാൻ തല്ലിയൊടിക്കും. കേട്ടറി? എന്ത് തന്റെ ഉണ്ടായിട്ടാടി നീ വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്? കേട്ടിട്ടാടി പറഞ്ഞത്? ഇറങ്ങി പോടി വെളിയിൽ. പ്രണവേ, നീയൊന്ന് സമാധാനപ്പെട്. ശിവാനി നിന്റെ മുഖത്ത് നോക്കാൻ പോലും വരില്ല. ശിവാനി ജസ്റ്റ് ഈ വോക്കർ താങ്ങി നടന്നു വന്നേ ഉള്ളൂ. ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണെങ്കിൽ അങ്കിളും വീൽ ചെയറില്ല. ഈ അവസ്ഥയിൽ ശിവാനിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വെറുതെ ഓരോ കാരണം കണ്ടെത്തല്ലേ ഗൗതം. ഇതൊരു കടം വീട്ടിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിധിക്കെതിരായി ഇവള് മൊഴി കൊടുക്കാതിരുന്നതിന്റെ പ്രത്യുപകാരമല്ലേ ഇത്? നോക്ക്, ഇവൾ ഈ വീട്ടിൽ വരാൻ പാടില്ലെന്ന് നിങ്ങളോട് രണ്ടുപേരോടും പല ആവർത്തി പറഞ്ഞതാ. വീണ്ടും എന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചോണ്ടല്ലേ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഒന്നുകിൽ വിളിച്ചോണ്ട് വന്നവർക്ക് ബുദ്ധി വേണം, അല്ലെങ്കിൽ എത്ര ആട്ടിയിറക്കിയാലും പോകാതെ തിരികെ കയറി വന്നവർക്ക് നാണം വേണം. ഈ വരവിന്റെ ഉദ്ദേശമൊന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മന്ദബുദ്ധികളൊന്നുമല്ല ഇവിടെയുള്ളവര്.
ഇനിയും ഇവിടുത്തെ മരുമകൾ സ്ഥാനം മോഹിച്ചാണ് മോളെയും കൂട്ടി രേണുക ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നിന്ന് കാല് കിടക്കണമെന്നില്ല, വേഗം തിരിച്ചു പോകാൻ നോക്ക്. അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ശിവാനി ഇപ്പം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാ. എന്തായാലും കുറച്ചു ദിവസം ശിവാനി ഇവിടെ നിർത്തിയേ പറ്റൂ. നടക്കില്ലെന്ന് പറഞ്ഞല്ലോ. എന്തൊരു കഷ്ടമാ ഇത്. എല്ലാരും കൂടി വീട്ടുമുറ്റത്ത് കിടന്ന് അലക്കാതെ അകത്തേക്ക് എങ്ങാനും കേറിപ്പോ. വെറുതെ നാട്ടുകാരെ കൂടി എല്ലാം അറിയിക്കാൻ നിക്കണ്ട. എന്താന്ന് വെച്ചാ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ശിവാനി, നീ അകത്തേക്ക് കയറി വന്നേ. നിക്ക്. എന്തോ വസു ഇത്? നീയും പതിക്ക് ഇവളുടെ പക്ഷത്തേക്ക് ചേരുവാണോ? ഞാൻ ആരുടെയും പക്ഷത്തേക്കൊന്നും ചേർന്നതല്ല. നിധിക്കോ മാനാഭിമാനോ ഒന്നുമില്ല. ഇവിടെ ഒരു വിഷയം ഉണ്ടെന്ന് വെറുതെ നാട്ടുകാരെ അറിയിച്ചാ ഇവക്കെന്താ കുഴപ്പം? അതുകൊണ്ട് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലിപ്പോ വലിയ ചർച്ച നടത്തി തീരുമാനിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ കാണിക്കണോന്നുണ്ടെങ്കിൽ അത് ഈ ഗേറ്റിന് പുറത്തു വെച്ച് മതി. പ്രണവേ, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവം എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, 2 കാലിൽ നിവർന്നു നിൽക്കാനുള്ള ആവത് പോലും ഇല്ലാതാക്കി ദൈവം. വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. വേറൊരു ഗതിയുമില്ല എനിക്ക്. അതുകൊണ്ട് നാണം കിട്ടാൻ ഞാൻ ഇവിടേക്ക് വന്നത്. ഒരുറപ്പ് ഞാൻ തരാം, എനിക്കൊരു ദുരുദ്ദേശമില്ല. 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം തിരിച്ചു കിട്ടിയ ഒന്നും പറയാതെ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. എത്ര മനോഹരമായിട്ടാ ഇവൾ അഭിനയിച്ച് തകർക്കുന്നേ നോക്കിയേ. കൊള്ളാടി നീ, പഠിച്ച കള്ളി തന്നെ. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ഉടനെ നീ അങ്ങ് പരിശുദ്ധിയായിന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണം അല്ലേ? പ്രണവേ, ചെയ്തതിനൊക്കെ ഞാൻ ഈ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ എന്താണ് കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? ആ ഭ്രാന്ത് തന്നെയാ. ഇവിടെ കൺമുന്നിൽ കണ്ട ആ നിമിഷം മുതൽ എനിക്ക് ഭ്രാന്തളകും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു ദിവസത്തേക്ക് ശിവാനി ഇവിടെ നിർത്തിയേ പറ്റൂ. അല്ലാതെ വേറെ വഴിയില്ല. ഇവളെ സംരക്ഷിച്ചേ പറ്റൂന്ന് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ ഒരു കാര്യം ചെയ്. ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ. പുറത്തൊരു വാടക വീടെടുക്ക്. എന്നിട്ടും മതിയാവുന്നില്ലെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവളുടെ കൂടെ അങ്ങ് താമസം മാറ്റിക്കോ. അതെ, എന്റെ ചേട്ടനാണെന്നല്ലേ പറയുന്നേ. ദേ കണ്ട് പഠിക്ക് സ്വന്തം ഭാര്യയെ. ഈ പോരാട്ടങ്ങൾ മുഴുവൻ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? സ്വന്തം അമ്മാവന്റെ മോക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ കാണിക്കുന്നതോ എങ്ങനെയെങ്കിലും എന്റെ ജീവിതം അങ്ങ് നശിപ്പിക്കാനായിട്ട് നോക്കുക. അതിന്റെ മൂലകാരണം എന്താണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ നിൽക്കുന്ന എന്റെ അമ്മയായി പോവും.